ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയാണ്. എൻ്റെ സ്വദേശം മുണ്ടക്കൈയാണ്. ഞാൻ പഠിപ്പിച്ച മക്കളാണ് ഈ 33 പേര്. ഞാൻ LP-യിലാണ്. അപ്പം എൻ്റെ കയ്യിലൂടെ കടന്നുപോയ കുട്ടികളാണ് ഇവരെല്ലാം. 13 വർഷമായി ഞാനിവിടെ. അപ്പോൾ LP-യിലായതുകൊണ്ട് ഇവരെല്ലാവരെയും പഠിപ്പിക്കാനുള്ളൊരു നിർഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു വേദനയിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. മക്കള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെയല്ലേ. രാത്രിയല്ലേ അവർ വീട്ടിലെത്തുന്നത്. മാതാപിതാക്കളോടുള്ളതിനേക്കാളും കൂടുതൽ നമ്മളോടല്ലേ സമയം ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ കുട്ടീനെ കുറിച്ചും ഒരുപാട് ഓർമ്മകളാണ്. ഫോട്ടോയിലൊക്കെ പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കും. ഞാൻ ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ? മുണ്ടക്കൈ ദുരന്തം നമ്മളാരും മറന്നിട്ടില്ല. ഒരുപാട് ഓർമ്മകൾ മുണ്ടക്കൈ ദുരന്തം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഓരോ വർഷവും നമ്മിലേക്കത് കടന്നു വരുമ്പോൾ, ആ സമയങ്ങൾ കടന്നു വരുമ്പോൾ ചേതനയറ്റ് കിടക്കുന്ന ഒരുപാട് ശരീരങ്ങളെ നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുകയാണ്. അലമുറയിട്ട് കരഞ്ഞിരുന്ന മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും അതുപോലെ തന്നെ അച്ഛനമ്മമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവം ഒരുപാട് ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് മുണ്ടക്കൈ ഏകദേശം 33ഓളം കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപികയുടെ ഒരു വീഡിയോ ആണ്. ഒന്ന് നോക്കൂ നിങ്ങൾ. കണ്ണീരില്ലാതെ, കരയാതെ, സങ്കടം തോന്നാതെ നമുക്കത് കാണാൻ നമുക്ക് കൊണ്ട് കഴിയുന്നുണ്ടോ? ഏറെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതും ഒരു അധ്യാപികയാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു അധ്യാപിക തന്നെയാണ്. തലയിൽ തട്ടമിട്ട് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന അധ്യാപിക തന്നെയാണ് ഇതും. എന്നാൽ ഇതിനുപരിയായിട്ട് മതത്തിൽ വിശ്വസിക്കുന്നതിനപ്പുറം മതത്തിൻ്റെ എല്ലാ ആശയാദർശങ്ങളെ പഠിച്ച ചില തട്ടമിട്ട ആളുകൾ, അവരൊക്കെ പരത്തി വെച്ചിട്ടുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്വേഷങ്ങളെ ഇന്നും നമുക്ക് ചർച്ചയാണ്. ഇതും ഒരു അധ്യാപികയാണ്, അതും ഒരു അധ്യാപികയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കുട്ടികളെയും നമ്മൾ കാണേണ്ടത്. 33 വിദ്യാർത്ഥികൾ മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ട് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആ നാടിന്, കുടുംബത്തിന്, വേണ്ടപ്പെട്ടവർക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവ വിദ്യാർത്ഥികളുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, കറുത്തവനും വെളുത്തവനും എല്ലാം കൂടിയതായിരുന്നു ആ കുട്ടികൾ. പല ജാതിയിൽപ്പെട്ട കുട്ടികൾ. എന്നിട്ടും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രക്കും വലിയ സങ്കടം എന്ന് പറയുന്നത്? ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗവും 3/4 ഭാഗവും ഞങ്ങളുടെ കൂടെയല്ലേ? കുറച്ച് സമയം മാത്രമാണല്ലേ കുട്ടികൾ പാരൻസിൻ്റെ കൂടെയുള്ളത്? ബാക്കിയൊക്കെ ഞങ്ങളുടെ കൂടെയല്ലേ ഒരു ദിവസത്തിൽ കൂടുതലായിട്ടുള്ളത്? അത് നമ്മുടെ മക്കളെപ്പോലെ ചേർത്ത് പിടിക്കുന്ന ബന്ധങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ. അത് കരയാതെ നമുക്ക് ആ വീഡിയോ കാണാൻ കഴിയുന്നുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഒരു ടീച്ചർ അവിടുന്ന് പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ കുറച്ച് കുസൃതിക്കാരനാണ്. കൂടുതലായിട്ട് ചിലപ്പോൾ നോട്ട് പുസ്തകം ഉണ്ടാകില്ല, പേനയുണ്ടാകില്ല, അങ്ങനെ ക്ലാസ്സിൽ വരും. അത് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലെ മദ്രസയായിരുന്നു. ഒരു ശനിയാഴ്ച ദിവസം അവരിതുപോലെ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊന്നും ക്ലാസ്സിൽ വരാൻ പാടില്ലെന്ന് എനിക്കറിയില്ലേ, നോട്ട് പുസ്തകം വേണം, പേന വേണം, എഴുതണം, ഇതൊക്കെ ചെയ്യണ്ടേ? ചെറിയ കുട്ടികളാണ്, അവിടെ മൈൻഡ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കലും അതിനനുസരിപ്പിക്കലും നമ്മുടെ കടമയാണല്ലോ. നല്ല രീതിയിൽ അവരോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഉസ്താദേ അടുത്ത ദിവസം ഞാൻ എന്തായാലും വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോട്ടും പേനയെല്ലാം ഉണ്ടാകും. ഇംഗ്ലീഷ് മീഡിയമാണല്ലോ, സ്കൂളാണല്ലോ, ഞായറാഴ്ച അവധിയാണ്. ഞായറാഴ്ച എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ പരിപാടിയിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ വിളിക്കുന്നുണ്ട്, ഉസ്താദെ ആസിഫ് അലി എന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, ആ ഒരു ഷോക്കിൽ നിന്ന് മാറിക്കിട്ടാൻ ഞാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ആ ഒരു വാക്കും പറഞ്ഞ്, ഉസ്താദെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഓക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ പൊന്നുമോൻ, പിന്നീട് ഞാൻ ആ പൊന്നുമോനെ കാണുന്നത് ചേതനയറ്റ് കിടക്കുന്ന ഒരു ശരീരമായിട്ടാണ്. തൻ്റെ കൂട്ടുകാർ, തൻ്റെ ജ്യേഷ്ഠാനുജന്മാരോടൊപ്പമൊക്കെ കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ കുളത്തിൽ മുങ്ങി ആ പൊന്നുമോൻ ഞായറാഴ്ച ദിവസം മരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നു, 33 വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികളെ
പഠിപ്പിച്ചൊരു അധ്യാപിക ആ 33 വിദ്യാർത്ഥികളെ ഫോട്ടോ കാണുമ്പോൾ എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ടായിരിക്കും. ആസിഫ് അലി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിൽ അന്ന് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഈ കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് സ്കൂൾ ഗ്രൂപ്പിലും മറ്റൊക്കെ ആയിട്ട് ഫോട്ടോകളൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. മനസ്സേറെ പൊട്ടിപ്പോയൊരു സാഹചര്യമായിരുന്നു അത്. കാരണം നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന ഓരോ മക്കളും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ അത് എൻ്റെതാണ് എന്ന് ചിന്ത കൊടുക്കുന്നവരാണ് ഓരോ അധ്യാപകരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോന് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു സമാധാനം അല്ലാഹു കൊടുക്കട്ടെ. സ്വർഗത്തിലേക്ക് നാളെ കൈപിടിച്ച മാതാപിതാക്കളെ ഉയർത്തി കൊണ്ടുപോകുന്ന മക്കൾ അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ കണ്ണ് നിറഞ്ഞു പോയൊരു സമയമായിരുന്നത്. ഇന്നും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചൊരു അധ്യാപിക, ആ കുട്ടികളുടെയൊക്കെ മൃതശരീരം കാണുന്നൊരു അധ്യാപിക, ഞാൻ ആലോചിച്ചു പോയി അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു വേദന. ഇന്നും ഈ ഒരു സഹോദരി ആ കുട്ടികളെ ഫോട്ടോ കാണുമ്പോൾ, ദിവസം വരുമ്പോൾ ആ ഒരു അനുഭവം, അവിടുന്ന് കണ്ണ് നിറയുന്ന അനുഭവം അവിടുന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അല്ലാഹു തആല ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നല്ല മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നല്ല രൂപത്തിൽ നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കാൻ, ആ പഠിച്ചതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ മക്കൾക്ക് പ്രവർത്തിക്കാനും ഒക്കെ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, മറ്റു പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.